തൃശൂർ ചാലക്കുടിയിലെ ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജു ആന്റണി നേരത്തെയും കവർച്ചയ്ക്കായി ശ്രമം നടത്തിയെന്ന് മൊഴി. രണ്ടാം ശ്രമത്തിലാണ് ലക്ഷ്യം കണ്ടത്. ആദ്യ തവണ എത്തിയപ്പോൾ പോലീസ് ജീപ്പ് കണ്ട് മടങ്ങിപ്പോയെന്നും പ്രതി മൊഴി നൽകി. റിജു ആന്റണിയുടെ ഷൂവിന്റെ നിറമാണ് കേസിൽ നിർണായകമായത്. കെ അഖിൽ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അഖിൽ, പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ ഇനി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്കൊക്കെ എപ്പോഴാണ് പോലീസ് കടക്കുക? സ്നേഹ, ഈ പ്രതിയുമായി ബാങ്കിലേക്ക് എത്തിയുള്ള തെളിവെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളതും ഈ കവർച്ച നടന്ന അതേ ബാങ്കിലാണ് എന്നുള്ളതാണ്. ഈ പ്രതി ഇതിനുള്ളിലേക്ക്, അതായത് പ്രതി ഇതിനുള്ളിലേക്ക് കടക്കുകയും 15 ലക്ഷം രൂപ വളരെ പെട്ടെന്ന് തന്നെ കവർന്നെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അന്ന് പ്രതി തകർത്ത ആ ക്യാഷ് കൗണ്ടറിൻ്റെ ആ ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഭാഗമൊക്കെ ഫൈവുഡ്, അതായത് ഒരു മരം കൊണ്ടുള്ള ഡോറാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ആ ക്യാബിനിലൊക്കെ മാറ്റങ്ങൾ വരുത്തി വീണ്ടും പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. വളരെ നിർണായകമായ തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസിനെ കൃത്യമായി തന്നെ അതിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. കാരണം ഈ CCTVകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, തെളിവുകൾ അതുമാത്രമായിരുന്നു പോലീസിന് മുന്നിലുണ്ടായിരുന്നത്. കാരണം പ്രതിയെക്കുറിച്ചുള്ളൊരു മുഖമോ അല്ലെങ്കിൽ പ്രതിയുടെ വിരലടയാളങ്ങളോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്നും ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഈ കേവലം ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു. പക്ഷേ കൃത്യമായി തന്നെ പോലീസ് ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഈ പ്രതി ഈ ബാങ്കിലേക്ക് എത്തുന്നത് 2:12-നാണ്. 2:12 ബാങ്കിലേക്ക് എത്തിയ ശേഷം വെറും 3 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് പ്രതി മോഷണം നടത്തി പുറത്തേക്ക് പോയി. അതിനുശേഷം വീണ്ടും പ്രതി എറണാകുളം ഭാഗത്തേക്കാണ്, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നത്. എറണാകുളം ഭാഗത്തേക്ക് പോയി തിരികെ വന്നതിന് ശേഷം വീണ്ടും ഈ പേരാമ്പ്ര വഴി കയറിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. 3:20 കൂടിയാണ് പ്രതി ഈ പേരാമ്പ്ര ഭാഗത്ത് അവിടെ നിന്നുള്ള വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന് പോകുന്നതിനിടയിൽ പ്രതി 3 തവണ വസ്ത്രം മാറി. പക്ഷേ ഈ 3 തവണ വസ്ത്രം മാറിയപ്പോഴും ഈ ഷൂ മാറിയിരുന്നില്ല. പോലീസ് അത് വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു. ഇതിലെന്താണ് കണ്ടെത്താൻ കഴിയുക, എന്താണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്രത്തിൽ എന്താണ് ഇതിലൊരു ഒരേ കണ്ടനായി കരുതുക എന്നതാണ്. എൻഡോർക്ക് ബൈക്ക് കേന്ദ്രീകരിച്ച് CCTV പരിശോധിച്ചു. ആ എൻഡോർക്ക് ബൈക്കിൽ ഈ ഒരേ ഷൂ അണിഞ്ഞ് ഈ കോട്ട് മാറ്റാതെയും സഞ്ചരിച്ച ആളെ കണ്ടു. ആ ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അങ്ങനെയാണ് അത് ഈ തൃശ്ശൂർ ചാലക്കുടി പോട്ട പരിസരം വിട്ടു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയിട്ടാണ് ഈ പ്രതിയിലേക്ക് ഇന്നലെ വൈകുന്നേരം പോലീസ് എത്തുന്നത്. 6 മണിയോടുകൂടിയാണ് പോലീസ് ഈ പ്രതിയെ കണ്ടെത്തുകയും വീട്ടിലെത്തി കസ്റ്റഡി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിയുടെ വീട്ടിൽ നിന്നും തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് തുടർ നടപടിയിലേക്കാണ് കടക്കേണ്ടത്. അതിനുള്ള നടപടിയിലേക്ക് പോലീസ് അല്പസമയത്തിനകം തന്നെ കടക്കുകയും ചെയ്യും. ഏറെ നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഷൂവിലെ നിറം ഷൂവും ആണ് എന്നുള്ളതാണ്. ഹെൽമെറ്റും പ്രതി മാറ്റാൻ മറന്നുപോയി. അതായത് ഒരുപാട് കള്ളങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കവർ ചെയ്യുമ്പോൾ ഏത് വലിയ വിദഗ്ധരും ഒരു പിഴവ് പറ്റും. ആ പിഴവ് ഈ പ്രതി ഈ കാര്യത്തിലും സംഭവിച്ചു എന്നതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് വലഞ്ഞു പോയതിനെ, പക്ഷേ അത് കൃത്യമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന്, അതായത് മുഖമില്ല, ഒരു വിരലടയാളമില്ല, ഒരു തരത്തിലുള്ള തെളിവുകൾ, ശാസ്ത്രീയമായ സാങ്കേതികമായ തെളിവുകളും ലഭിക്കാതുണ്ടായിരുന്നു. ഈ കേവലം ഇത്തരത്തിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോയി. അതിൽ പോലീസിന് പ്രതിയിലേക്ക് എത്താനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് പ്രതി ഇത് ആദ്യത്തെ ശ്രമമായിരുന്നില്ല. ഈ മോഷണം നടന്ന 14-ാം തീയതിക്ക് 4 ദിവസം മുൻപ് പ്രതി ഈ പരിസരത്ത് വന്നിരുന്നു. പക്ഷേ അന്ന് ഈ പെട്രോളിംഗ് നടത്തുന്ന ഒരു വാഹനം ഇവിടെ കണ്ടു. ആ വാഹനം കണ്ടതോടെ, പോലീസ് വാഹനം കണ്ടു. അതോടുകൂടിയാണ് പ്രതി ഇവിടെ നിന്നും പോകുന്നത്. അതായത് ഈ ദൗത്യ ഉപേക്ഷിച്ച് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് 3 ദിവസത്തിന് ശേഷം വീണ്ടും എത്തി ഈ ATM, അതായത് എക്സ്പയറി ഡേറ്റ് ആയ ATM കാണിച്ച് ഈ ബാങ്കിന് ഉൾവശം അറിഞ്ഞു. പ്രതി ബാങ്കിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പ്രതിക്ക് ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അതുവഴി ബാങ്ക് പ്രവർത്തിക്കുന്ന 2 മണി മുതൽ 2:30 വരെ ലഞ്ച് ടൈം ആണെന്നും ആ സമയത്ത് വന്നാൽ ആളുണ്ടാവില്ല, ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് ഉണ്ടാവും എന്നുമൊക്കെ പ്രതി മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതി തയ്യാറാക്കിയ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വരെ കണ്ടെത്തിയ ശ്രമമായിരുന്നു. പോലീസ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്രതിയുടെ മുഖത്ത് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ കൗൺസിലറോട് അടക്കം ചോദിച്ചു. അതായത് ആ ദിവസം പ്രതിക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം ഒന്നും പ്രതിക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. വളരെ കൂളായി തന്നെയാണ് നിന്നത്. ഈ ഒരു ചോദിക്കുമ്പോഴും വളരെ കൂളായി തന്നെ പ്രതിയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഈ പ്രതി തന്നെ പറഞ്ഞു എന്നുള്ള കാര്യമാണ് കൗൺസിലർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തകർത്തു. ആ ആത്മവിശ്വാസത്തെ ഒക്കെ തകർത്തുകൊണ്ടാണ് പ്രതിയുടെ വീട്ടിലേക്ക് പോലീസ് കയറി ചെന്നത്. ഈ പ്രതി പ്രധാനമായും ഈ പണം ഉപയോഗിച്ചത് ദൂർത്തടിക്കാനും ആർഭാട ജീവിതമൊക്കെ നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലുണ്ടായ കടബാധ്യത അതാണ് ഇയാളെ കൊണ്ട് ഈ മോഷണത്തിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്തത്.